ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു മനുഷ്യനൊരു കാറ് മേടിച്ചു. ആ കാറ് സർപ്രൈസായിട്ട് തൻ്റെ കുഞ്ഞിനെയും ഭാര്യയും കാണിക്കാനായിട്ട് അദ്ദേഹം ഓടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കാർ പോർച്ചിലിട്ട് ഓടി അകത്ത് കയറി. കുഞ്ഞ് നിൽക്കുന്നു, കുഞ്ഞിനെ എടുത്ത് ഉപയോഗിച്ചു. അത് നേരെ ഭാര്യ എടുത്ത് വന്നു, എടിയൊന്ന് പുറത്തേക്ക് വന്നേന്ന് പറയുന്നു. അങ്ങനെ ഭാര്യ കിച്ചണിലാണ്. ഇങ്ങനെ ജോലിക്കിടയിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഭാര്യയും കൂട്ടി അദ്ദേഹം ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. പുതിയ കാർ, നല്ല പളപളപ്പൻ ചുവന്ന കാറ് കണ്ടുകൊണ്ട് ഭാര്യ ഇങ്ങനെ ഞെട്ടി സന്തോഷത്തോടുകൂടി നമ്മുടെ കാറാണോ ഏട്ടാ എന്ന് ചോദിക്കും. ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ആ കാറിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ കമ്പി എടുത്ത് ഇങ്ങനെ വരയ്ക്കുകയാണ് കാറിനകത്ത്. ഇദ്ദേഹത്തിൻ്റെ സമനില കൈ കിട്ടും. പുതിയ കാറല്ലേ, സ്വപ്നം സാക്ഷാത്കരിച്ച ദിവസമാണ്. ദേഷ്യത്തിന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് കുഞ്ഞിനൊരു അടി അടിച്ചു. ഈ അടി കുഞ്ഞിൻ്റെ കയ്യിൽ വാക്കല്ലാതെ കൊള്ളുകയും കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയും. ഇതേ കാലിൽ തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. ഹോസ്പിറ്റലിലെത്തി, ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു പ്രശ്നമാണ്, പെട്ടെന്ന് സർജറി വേണ്ടി വരും. കാരണം അടിയുടെ ആഘാതം നമ്മൾ പ്രതീക്ഷിക്കാനായിരുന്നില്ല. സർജറിക്കായിട്ട് കുഞ്ഞിനകത്ത് കയറ്റുമ്പോൾ അദ്ദേഹം വെളിയിൽ വന്ന കാറിനോട് ചാരി നിൽക്കുകയാണെങ്കിൽ ചാരി നിന്നപ്പോൾ അദ്ദേഹം ആ കുഞ്ഞ് വരച്ച ഭാഗത്തേക്ക് കണ്ണോടിച്ചപ്പോൾ അദ്ദേഹം കണ്ടത് ആ കുഞ്ഞ് ആ കാറിൽ ഇങ്ങനെ ആണി കൊണ്ടോ കമ്പി കൊണ്ടോ എഴുതിയിരിക്കുന്നത് ഐ ലവ് മൈ പപ്പ എന്നാണ്. മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ നിമിഷ നേരം കൊണ്ടുണ്ടാകുന്നതാണ്. പക്ഷേ അതിൻ്റെ ഔട്ട്കം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനും ക്രൂരമായിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യത്തിനും ഒരു ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ ഒരു 10 പ്രാവശ്യം ചിന്തിക്കാൻ പറ്റിയാൽ നല്ലത്. ഇതാണ് ഒരച്ഛൻ കാറ് മേടിച്ച കൊച്ചു കഥ.